പക്ഷാഘാതത്തെയും ഹൃദയാഘാതത്തെയും തുടർന്ന് 88-ാം വയസ്സിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത്. കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ് റേയുടെ നേതൃത്വത്തിലാണ് മാർപ്പാപ്പയുടെ ശവസംസ്കാരം നടക്കുന്നത്. സാന്താ മരിയ മാഗ്യോറിൽ ലളിതമായ ഒരു ശവപ്പെട്ടി സംസ്കാരമാണ് നടക്കുന്നത്. ഒരു കറ്റാഫാൽക്കില്ലാതെ തുറന്ന ശവപ്പെട്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ഇതുവരെയുള്ള ട്രഡീഷനെ ബ്രേക്ക് ചെയ്യുമെന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ശവസംസ്കാരത്തിന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഉദാത്ത മാതൃക ലോകത്തിന് കാട്ടിത്തന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെ റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം. ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ നിർണായക യോഗത്തിന് ശേഷമാണ് സംസ്കാര തീയതി അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ 9 ദിവസത്തേക്ക് ദുഃഖാചരണമാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്നലെ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോഴും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം റോമിലടക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചത്. കല്ലറ അലങ്കരിക്കരുതെന്നും കല്ലറയ്ക്ക് പുറത്ത് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നു മാത്രമേ ആലേഖനം ചെയ്യാവൂ എന്നും പോപ്പിന്റെ മരണപത്രത്തിൽ പരാമർശിക്കുന്നതായി വത്തിക്കാൻ അറിയിച്ചു. സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം പോപ്പ് ബസിലിക്കയിൽ മുൻകൂറായി കൈമാറിയിരുന്നു. 15 മുതൽ 20 ദിവസത്തിനുള്ളിലാകും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് സിസ്റ്റൻ ചാപ്പലിൽ നടക്കുക. അതീവ രഹസ്യമായിട്ടായിരിക്കും 138 കർദിനാൾമാരുടെ കോൺക്ലേവ് ചേരുക.